ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന മനുഷ്യാവകാശ സംഘടനയാണ്. നമ്മൾ കൊല്ലം ജില്ലയുടെ കൊട്ടാരക്കര താലൂക്കിൻ്റെ ഭാരവാഹികളാണ്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങളിൽ ഇത്രയും ഒരു അഴിമതി അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നടക്കുന്നതെന്ന് അറിഞ്ഞാണ് നമ്മളിവിടെ വന്നത്. നമ്മളിവിടുത്തെ AEക്ക് മെമ്മറാണ്ടം ഒരു പരാതി കൊടുക്കാനായിട്ടാണ് വന്നത്. അപ്പോഴാണ് ഇവിടെ ഇതിൻ്റെ മുകളിൽ കയറി കാണാൻ കഴിഞ്ഞത്. തികച്ചും തിടപ്പള്ളിക്കകത്ത് വെച്ച് ആചാരങ്ങൾ പഠിച്ചവർ ചെയ്തു കൊടുക്കേണ്ട പ്രസാദം ഇവിടെ ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ വളരെ വൃത്തിഹീനമായ ഒരു സ്ഥലത്ത് വെച്ച് കെമിക്കലുകൾ ചേർത്ത്, കരിപ്രസാദം ഉൾപ്പെടെ കെമിക്കലുകൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഭക്തജനങ്ങളോട് ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. അതിനകത്ത് കൃത്യമായും മനുഷ്യാവകാശ ലംഘനമുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ നമ്മുടെ മണ്ഡലം പ്രസിഡൻ്റാണ് രേഖാമൂലം പരാതി കൊടുക്കുകയാണ്, ലെറ്റർ പേരിൽ കൊടുക്കുകയാണ്. അതിന് നമുക്ക് വ്യക്തമായ ഒരു പരിഹാരം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏതറ്റം വരെയും പോയി ഈ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ നമ്മൾ പ്രതികരിക്കും. നിയമ പോരാട്ടം നടത്തി തന്നെ കൊടുക്കുന്നതായിരിക്കും. SHR ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. ഞങ്ങളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇങ്ങനെ അതിദാരുണമായ ഒരു സംഭവം പറഞ്ഞു കേൾക്കാൻ ഇടവന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ സാമുദായിക അടിസ്ഥാനത്തിൽ ഒരു ക്ഷേത്രം എന്നത് പരിപാവനമാണ്, അത് പാതിവൃത്യമുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു വ്രതശുദ്ധിയും യാതൊരു ഭക്തിയും ഇല്ലാത്ത നിലയിൽ ഇവിടെ ഈ പ്രസാദങ്ങൾ ഉണ്ടാക്കി ഭക്തർക്ക് വിതരണം ചെയ്യുന്ന അതിദയനീയമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഭക്തരോടുള്ള വഞ്ചന, ചതി, ദ്രോഹം, ഇത് മനുഷ്യനെ എങ്ങനെ കാർന്ന് തിന്നുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം അതിപുരാതന കാലം മുതൽ വളരെ ഭക്തി നിർഭരമായി ഈ നാട്ടിലെ മറ്റ് മറുനാട്ടിലെ ജനങ്ങൾ കണ്ടുപോരുന്ന, ആരാധിച്ചു പോരുന്ന ഒരു സ്ഥലമാണ്.